ബീഹാർ സീറ്റ് ചർച്ചകളിൽ മഹാസഖ്യത്തിൽ തർക്കം രൂക്ഷം. 60 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. പ്രശ്നപരിഹാരത്തിനായി ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും ഡൽഹിയിലെത്തി രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തും. അതേസമയം സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് BJP കോർ ഗ്രൂപ്പ് യോഗം അവസാനിച്ചു. JP നഡ്ഡയും ബീഹാർ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരിയും പ്രത്യേകം ചർച്ച നടത്തുകയാണ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ആദ്യം മഹാസഖ്യത്തിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ, നേരത്തെ ഈ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം ഉയർത്തിയും രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒക്കെ ചേർന്ന് നടത്തിയ യാത്രയും, അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ രാഷ്ട്രീയമായി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് മഹാസഖ്യം കണക്കുകൂട്ടുന്നതിനിടയിലാണ് ഈ സീറ്റ് തർക്കങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നം മഹാസഖ്യത്തിന് വലിയ വെല്ലുവിളിയായി മാറുന്നത്. കോൺഗ്രസ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലപാട് ഇപ്പോഴും ഉയർത്തുന്ന സാഹചര്യമുണ്ട്. അനുനയ നീക്കങ്ങൾ എങ്ങനെയാണ്? ചർച്ചകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ബൽറാം നെടുങ്ങാടി. റിജിത്ത്, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ ആത്മവിശ്വാസം മഹാസഖ്യത്തിന് ഉണ്ടായിരുന്നു. സൂചിപ്പിച്ചു പോലുള്ള 2 യാത്രകൾ, ഒപ്പം തന്നെ ജനങ്ങൾക്ക് സർക്കാരിനോട് എതിരായുള്ള ഭരണവിരുദ്ധ വികാരം, ഇതെല്ലാം ഗുണം ചെയ്യുമെന്ന് കണക്കാക്കിയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും മഹാസഖ്യത്തിലെ സീറ്റ് ധാരണ ഇതുവരെയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ പ്രധാന പ്രതിസന്ധിയായി മാറിയത് ഇത്തവണ 2 പുതിയ പാർട്ടികൾ കൂടി മുന്നണിയിലേക്ക് എത്തി എന്നുള്ളതാണ്. VIPയും ഒപ്പം തന്നെ RLJPയും മുന്നണിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇവർക്ക് കൂടുതൽ സീറ്റുകൾ നൽകേണ്ടതുണ്ട്. കൂടാതെ ഇടത് പാർട്ടികൾ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതോടെ കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ച 70 സീറ്റുകളിൽ കുറവ് വരുത്താൻ സഖ്യം തീരുമാനിക്കുകയായിരുന്നു, അല്ലെങ്കിൽ RJD തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ 50 സീറ്റ് എന്ന RJD മുന്നോട്ട് വെച്ച വാഗ്ദാനം അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. ചുരുങ്ങിയത് 60 സീറ്റുകളെങ്കിലും വേണമെന്നും അല്ലാത്ത പക്ഷം 10 സീറ്റുകളിൽ സൗഹൃദ മത്സരത്തിന് മുതിരും എന്നുമാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡുമായുള്ള ചർച്ചകൾക്ക് വേണ്ടി ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നടക്കുന്ന ചർച്ചകളിൽ ഇത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലെങ്കിൽ സഖ്യത്തിന്റെ ധാരണാ പ്രഖ്യാപനം നടത്താനാകുമെന്ന പ്രതീക്ഷയാണ് RJDക്കുള്ളത്. ഒപ്പം തന്നെ JMM 12 സീറ്റുകളോളം ഈ ജാർഖണ്ഡുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലായി ആവശ്യപ്പെട്ടതും പ്രതിസന്ധിക്ക് ഇടയാക്കിയിട്ടുണ്ട്. അത്രത്തോളം സീറ്റുകൾ നൽകാനാകില്ല എന്നൊരു നിലപാടാണ് RJDക്ക് ഉള്ളത്. ഇതാണ് മഹാസഖ്യത്തിലെ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. അതേസമയം NDAയുടെ സഖ്യം പൂർത്തിയായിട്ടുണ്ട്, ധാരണ പൂർത്തിയായിട്ടുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും പ്രഖ്യാപനം വൈകുകയാണ്. ഇത് നൽകുന്ന സൂചന ഇപ്പോഴും ചില അസ്വാരസ്യങ്ങൾ മുന്നണിക്കുള്ളിൽ തുടരുന്നു എന്ന് തന്നെയാണ്. പ്രധാനമായും ചിരാഗ് പസ്വാന് 25 സീറ്റുകളാണ് വാഗ്ദാനം ചെയ്തത്. 40 സീറ്റുകളായിരുന്നു ചിരാഗ് പസ്വാന്റെ ആവശ്യം. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൽ കൂടുതൽ പരിഗണന നൽകാം എന്നതടക്കമുള്ള വാഗ്ദാനങ്ങൾ അദ്ദേഹത്തിന് നൽകിയതായി സൂചനയുണ്ടെങ്കിലും അദ്ദേഹം പൂർണ്ണമായും തൃപ്തനല്ല. ഇതോടൊപ്പം ഇത്തരം വാഗ്ദാനം ചിരാഗ് പസ്വാന് നൽകിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ ജിതൻ റാം മാഞ്ചി കൂടുതൽ ആവശ്യങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം 15 സീറ്റുകളാണ് ആവശ്യപ്പെട്ടിരുന്നത്. 8 സീറ്റുകൾക്ക് ധാരണയിലേക്ക് എത്തി എന്നായിരുന്നു BJP നേതൃത്വം വ്യക്തമാക്കിയത്. എന്നാൽ താൻ ഇപ്പോഴും അത് തൃപ്തനല്ല എന്ന് തന്നെ ജിതൻ റാം മാഞ്ചി തുടർച്ചയായി ആവർത്തിക്കുകയാണ്. എന്തായാലും ഇത് പരിഹരിക്കാനുള്ള ചർച്ചകളും ഉന്നതതലത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഡൽഹിയിലാണ് ഇന്ന് ചർച്ചകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതോടൊപ്പം BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിനും അംഗീകരിക്കുന്നതിനുമായുള്ള നിർണായക യോഗങ്ങളാണ് ഇന്ന് ഡൽഹിയിൽ നടക്കുന്നത്. കോർ ഗ്രൂപ്പ് യോഗം അല്പസമയം മുമ്പാണ് സമാപിച്ചത്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബീഹാർ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി, കൂടാതെ ബീഹാറിന്റെ ചുമതലയുള്ള BJP ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. ചർച്ചകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്ന് വൈകിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട് ഈ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകുന്നതിനായി. നാളത്തോടെ ഈ പ്രഖ്യാപനം നടത്താം എന്ന ഒരു കണക്കുകൂട്ടലാണ് NDAക്കുള്ളത്. റിജിത്ത്. ബൽറാം, ഈ ദേശീയ രാഷ്ട്രീയം തന്നെ ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ്. മഹാസഖ്യമാണെങ്കിൽ നേരത്തെ ബൽറാം ചൂണ്ടിക്കാട്ടിയതുപോലെ രാഷ്ട്രീയമായി ഏറെ മുന്നേറാൻ കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ എന്ന് വിലയിരുത്തുന്ന ഒരു ഘട്ടവുമാണ്. അവിടെയാണ് ഈ സീറ്റ് തർക്കങ്ങളിൽപ്പെട്ട് കാര്യങ്ങൾ ഇങ്ങനെ അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്നത്. ഒറ്റയ്ക്ക് മത്സരിക്കാനും തയ്യാർ എന്നുള്ള നിലപാടിൽ ചില കോൺഗ്രസ് നേതാക്കൾ കൂടി രംഗത്തെത്തുന്നുണ്ട്. പക്ഷേ അത്രയും കടുംപിടുത്തത്തിലേക്ക് പോകില്ല. ഈ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വാശി ഉണ്ടാവില്ല. ചില വിട്ടുവീഴ്ചകൾക്ക് കോൺഗ്രസും തയ്യാറാകുമെന്നാണോ നിലവിലെ ചർച്ചകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ബൽറാം.
റിജിത്ത്, നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇത്തരത്തിൽ ഒരു തർക്കത്തിലേക്ക് പോകാൻ താല്പര്യമില്ല. കാരണം ദേശീയ തലത്തിൽ തന്നെ ഈ RJD എന്നുള്ള ഏറ്റവും ശക്തമായ സംസ്ഥാനങ്ങളിലൊന്നായ ബീഹാറിലെ ഏറ്റവും വലിയ പാർട്ടി RJD, ഒപ്പം കോൺഗ്രസിനൊപ്പം എക്കാലവും നിന്ന നേതാവാണ് ലാലു പ്രസാദ് യാദവ്. ഇതെല്ലാം കൊണ്ട് തന്നെ RJDയോട് വിട്ടുവീഴ്ച ചെയ്യാമെന്ന ഹൈക്കമാൻഡിന് നിലപാടുണ്ടെങ്കിലും പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം അതിന് വഴങ്ങാത്ത സാഹചര്യമുണ്ട്. കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ തവണ 70 സീറ്റുകളിൽ മത്സരിച്ചതാണ്. അതിൽ 19 സീറ്റുകൾ മാത്രമേ ജയിക്കാനായുള്ളൂ എങ്കിൽ പോലും കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ സമ്മർദ്ദവുമായി രംഗത്തുണ്ട്. അത് പ്രാദേശിക നേതാക്കളെയാണ് സമ്മർദ്ദത്തിലാക്കുന്നത്. ഇതോടൊപ്പം തന്നെ പാർട്ടിയുടെ ശക്തി അത് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്ന സാഹചര്യം നിലനിൽക്കെ കുറഞ്ഞ സീറ്റുകളിൽ മത്സരിച്ചാൽ അത് സർക്കാർ രൂപീകരണ ഘട്ടത്തിലും പാർട്ടിയുടെ വിലപേശൽ ശക്തി കുറയ്ക്കുമോ എന്ന ആശങ്കയും സംസ്ഥാന പാർട്ടിക്കുണ്ട്. എന്തായാലും ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളിൽ ഇതിനൊരു പരിഹാരം കാണാം എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് RJDക്കുള്ളത്. അതേസമയം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും കടുംപിടുത്തം വിടാൻ തയ്യാറായിട്ടുമില്ല. റിജിൻ. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.